നമസ്കാരം. പ്രധാന വാർത്തകളുമായി അവർ ടിവി 24/7. This news brought to you by Lucky Center and Lucky Department Store, Ajmal. ആഗോള വിദ്യാഭ്യാസത്തോടുള്ള പ്രതിബദ്ധത UAE ശക്തിപ്പെടുത്തുന്നു. ഭാവി തലമുറയെ വളർത്തിയെടുക്കുന്നതിനും വളർച്ചയ്ക്കും പുരോഗതിക്കും പിന്നിലെ പ്രധാന ശക്തിയായി പുരോഗമിക്കുന്ന രാജ്യങ്ങളെ നിലനിർത്തുന്നതിനും വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ്. ദീർഘകാല ബോധത്തിന്റെ പ്രതിഫലനമായി UAE എല്ലാ വർഷവും ജനുവരി 24-ന് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. UAE സ്പോൺസർ ചെയ്ത അറബ് ലോകത്തെ ഉന്നത വിദ്യാഭ്യാസത്തിനും ശാസ്ത്ര ഗവേഷണത്തിനും ഉത്തരവാദിത്തമുള്ള മന്ത്രിമാരുടെ 19ാമത് സമ്മേളനത്തിലാണ് അബുദാബി പ്രഖ്യാപനം അംഗീകരിച്ചത്. UAEയുടെ സമീപകാല വിദ്യാഭ്യാസ ശ്രമങ്ങളിൽ ഇതൊരു പ്രധാന വഴിത്തിരിവാകുന്നു. കുതിച്ചുപായാം. ഹൈസ്പീഡ് റെയിൽവേ അബുദാബി ടു ദുബായ് 30 മിനിറ്റിലെത്താം. അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് അരമണിക്കൂറിനകം എത്താൻ സഹായിക്കുന്ന ഹൈസ്പീഡ് റെയിൽ പദ്ധതി എത്തിഹാദ് റെയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. നിലവിൽ കാറിൽ 1.5 മണിക്കൂറും ബസിൽ 2.5 മണിക്കൂറും എടുക്കുന്നതാണ് അതിവേഗ റെയിൽ സൗകര്യം വരുന്നതോടെ 30 മിനിറ്റായി കുറയുക. സഹിഷ്ണുത, സഹവർത്തിത്വം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ UAE മാതൃക. ഇന്തോനേഷ്യൻ ഉലാമ കൗൺസിൽ എല്ലാ ജനങ്ങളിലും സഹിഷ്ണുത, സഹവർത്തിത്വം, സമാധാനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ UAEയും അതിന്റെ നേതൃത്വവും വഹിക്കുന്ന മാതൃകാപരമായ പങ്കിനെ ഇന്തോനേഷ്യൻ ഉലമ കൗൺസിൽ OKI ജക്കാർത്ത പ്രവിശ്യ ബ്രാഞ്ചിന്റെ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസ് പ്രശംസിച്ചു. ഛാഡിൽ ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്താൻ UAEയുടെ മാനുഷിക സഹായം. UAE രാഷ്ട്രപതി ഷെയ്ഖ് ഹിസ് ഹൈനസ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത ഉഭയകക്ഷി ബന്ധമാണ് ഈ സംരംഭം പ്രകടമാക്കുന്നതെന്നും ലോകമെമ്പാടുമുള്ള ദരിദ്ര സമൂഹങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള UAEയുടെ അചഞ്ചലമായ ശ്രമങ്ങളെ ഇത് പ്രതിഫലിപ്പിക്കുന്നുവെന്നും ചാഡ് റിപ്പബ്ലിക്കിലെ UAE അംബാസിഡർ റാഷിദ് അൽ ഷംസി സ്ഥിരീകരിച്ചു. SFI പ്രവർത്തകൻ അഭിമന്യു കൊലക്കേസ് വിചാരണ നടപടികൾ ഇന്ന് തുടങ്ങി. ലോസ് ഏഞ്ചലസിലെ കാട്ടുതീ 10,000 ഏക്കറിലധികം കത്തിനശിച്ചു. 50,000-ത്തിലധികം ആളുകൾക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ്. ട്രംപിന് തിരിച്ചടി. അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് സ്റ്റേ. അക്ഷ ആർട്സ് അവതരിപ്പിക്കുന്ന മ്യൂസിക് ഹംഗാമ ഡാൻസ് വിത്ത് മ്യൂസിക് ജനുവരി 25 ശനിയാഴ്ച വൈകുന്നേരം 5:30-ന് ഷാർജ നെസ്റ്റോ മിയ മാളിൽ സംഘടിപ്പിക്കുന്നു. ഈ വർഷത്തെ പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട് ത്രസിപ്പിക്കുന്ന നൃത്ത സംഗീത നിശ ഷാർജ അൽ നഹദയിലെ നെസ്റ്റോ മിയ മാളിൽ വെച്ച് വൈകിട്ട് 5:30 മുതൽ സമുചിതമായി ആഘോഷിക്കുന്നുവെന്ന് അക്ഷയുടെ സ്ഥാപകൻ ശ്രീ അജിത് തോപ്പിലും പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീമതി പ്രീത ഹരിയും അറിയിച്ചു. മാനന്തവാടിയിൽ സ്ത്രീയെ കടുവ ആക്രമിച്ചു കൊന്നു. മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ OR കേളുവിന് തടഞ്ഞു. ഷാർജയിൽ അന്തരിച്ച കാർത്തിക് സുകുമാരന്റെ സംസ്കാരം നടത്തി. ഷാർജ ദൈദിൽ അന്തരിച്ച പാലക്കാട് ലക്കിടി രാമകൃഷ്ണപ്പടി ശ്രീഗോകുലത്തിൽ കാർത്തിക് സുകുമാരന്റെ സംസ്കാരം നടത്തി. 38 വയസ്സായിരുന്നു. റൈഡിംഗ്ടൺ IT കമ്പനിയിൽ സെയിൽസ് മാനേജറായിരുന്നു. ദുബായിൽ സ്വന്തമായി IT സ്റ്റാർട്ടപ്പ് നടത്തിയിരുന്നു. സുകുമാരന്റെയും സരളയുടെയും മകനാണ്. സിനിമാ സംഘടന സംവിധായകൻ മാഫിയ ശശിയുടെ മകൾ സന്ധ്യയാണ് ഭാര്യ. മക്കൾ വിധുല, പ്രേരണ, ആരാധന. നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക്. ദേശീയ ഗെയിംസിൽ ജീന പതാകയേന്തും. കേരള സംഘത്തിൽ 550 പേർ. ദേശീയ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ രാജ്യാന്തര ബാസ്കറ്റ്ബോൾ താരം PS ജീന കേരള ടീമിന്റെ പതാകയേന്തും. മുൻ രാജ്യാന്തര നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവ്യറാണ് ടീമിന്റെ ചെഫ് ദ മിഷൻ. സുഭാഷ് ജോർജ്, ബിജു വർമ്മ, R പ്രസന്നകുമാർ എന്നിവരെ ഡെപ്യൂട്ടി ചെഫ് ദ മിഷന്മാരായും കേരള ഒളിമ്പിക് അസോസിയേഷൻ തീരുമാനിച്ചു. നൊവാക് ജോക്കോവിച്ച് പിന്മാറി. അലക്സാണ്ടർ സൊരേവ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫൈനലിൽ. ഇഗ സാത്വികിനെ വീഴ്ത്തി US താരം. ഓസ്ട്രേലിയൻ ഓപ്പണിൽ അരീന സബലോക, മാഡിസൺ കീസ് ഫൈനൽ. ISL ഹൈദരാബാദ് FCക്ക് ജയം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മധ്യപ്രദേശിനെതിരെ തകർന്നടിഞ്ഞിട്ടും നിർണായക 1-ാം ഇന്നിംഗ്സ് നേടി കേരളം. ഈ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajmal.